നമസ്കാരം. അസ്സലാമു അലൈക്കും. നിസാം കാലിക്കറ്റാണ്. കോഴിക്കോട്ടുകാരൻ്റെ കോഴിക്കോടൻ ഹലുവ പോലത്തെ സ്നേഹ നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ് നമ്മളിനി അടുക്കളകളിലേക്ക് പോകാൻ വേണ്ടി പോകാനുള്ളത്. അതാ ഒരു പുതിയ അടുക്കള ഷാർജയിലാണ്. സദ്യ വിളമ്പി തന്നൊരു തങ്കച്ചേച്ചി ഓർമ്മയില്ലേ, നമ്മുടെ വിഷു സദ്യ. തങ്കച്ചേച്ചിയെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു, അനൂപ്. അനൂപിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അനൂപിൻ്റെ അമ്മ ഒരു ഗംഭീര കുക്കാണ്, എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കി തരേണ്ടിരിക്കില്ല. അപ്പോൾ അനൂപിൻ്റെ വീട്ടിലേക്ക്, അനൂപിൻ്റെ അമ്മയുടെ അടുത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ കുറേ നാളായി അച്ഛൻ്റെ അമ്മയൊക്കെ കണ്ടിട്ട്. അനൂപിനെ പിന്നെ ഞാൻ ഡെയിലി കാണുന്നതാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ എന്നതിലുപരി അനൂപിനൊന്ന് പരിചയപ്പെടുത്താം. അനൂപിന് നല്ലൊരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്, നല്ല പാട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അതിലെ നായകനും ഞാൻ വില്ലനുമാണ്. പിന്നെ ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്, മഞ്ജു ഉണ്ട്. അമ്മ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ നല്ലതാണ്. നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം. ഞാനിപ്പോഴാണ് വരാൻ പറ്റിയത്, ഇതേപോലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാതുകൊണ്ടാണ്. അപ്പം ഞാൻ അവരൊക്കെ ആയിട്ട് വന്നത് നല്ലൊരു ഭക്ഷണം, എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കി തരും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഡിഷ്, ഇതും കൂടെ ഒന്ന് ഒരു സർപ്രൈസ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അതെ, അത് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ട് കാണാത്ത ഒരു തരത്തിലൊരു പച്ചടിയാണ്. ഓ, പറങ്കിപ്പച്ചടി എന്നാ ഇതിന് പറയാം. പറങ്കിപ്പച്ചടി. നമ്മുടെ നാട്ടില് പറങ്കി എന്ന് പറഞ്ഞാൽ പച്ചമുളകില്ലേ, പച്ചമുളകാണ്. ഈ അമ്മയുടെ സ്പെഷ്യലാണ് ഇന്ന് മൈക്ക് കുട്ടി വ്ളോഗിന്റെ സ്പെഷ്യൽ. നമുക്ക് കിച്ചണിലേക്ക് പോയാലോ? അപ്പൊ ഇന്ന് അമ്മമ്മയുടെ സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോണത് അല്ലേ? അപ്പൊ പറങ്കി പച്ചടി സ്പെഷ്യലാണെന്ന്. ഈ അതിന് വേണ്ട സാധനങ്ങൾ അതൊക്കെ അല്ലേ? തേങ്ങ, പച്ചമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? ഇപ്പൊ ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങൾ തേങ്ങയിൽ തൈരും കടുക്, പച്ചമുളക്. ഓക്കെ ഓക്കെ, നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? പാത്രം എടുത്തിട്ട് വെച്ചു. ഇതിന് മെയിനായിട്ട് വിടുന്നത് പച്ചമുളകാണ്. ഓ, ഈ പറങ്കി പച്ചടി എന്ന് പറയുന്നത്, പറങ്കി എന്ന് പറഞ്ഞ പച്ചടിക്ക് പച്ചമുളകാണോ? കുറച്ച് വെള്ളം ഒഴിച്ച് ഓക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചാൽ ഇനിയിപ്പോ തേങ്ങ ആയിരിക്കും അല്ലേ? തേങ്ങ. ഓക്കെ, തേങ്ങ. ഇത് ഇതിലേക്ക് വേറെ എന്താ മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് തൈര്, 2-3 പച്ചമുളക് അത് ഇട്ടിട്ട് ഒന്നും നല്ലോണം അറിയാൻ പാടില്ല, കുറച്ച് മാത്രം. എല്ലാം ഒരു അളവിന് പറ്റുള്ളൂ അല്ലേ? ഇതാണ് മറ്റേ തേങ്ങ എല്ലാം മിക്സ് ചെയ്ത്, തൈരൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം, അരപ്പ്. ഇനി ഇതിലേക്ക് തട്ടണം. അതും നല്ലോണം വേവണം. ശരിയാണ്, കൂടി നല്ല വെന്ത്. ഗൾഫിലുള്ള പച്ചക്കറികളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? തക്കാളിയും ഉള്ളിയും ക്യാരറ്റൊക്കെ സൈസ് തന്നെ ഭയങ്കര വ്യത്യാസമല്ലേ? ഞാൻ വെളുത്തുള്ളി ഇഞ്ചെല്ലാം നാട്ടിലെ കൊണ്ടുപോക്ക, നമുക്ക് അരച്ചത് ചേർക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ അളവ് വല്ലതും ഉണ്ടമ്മ? ഇത്ര പച്ചമുളകിന് ഇത്ര തേങ്ങ അങ്ങനൊന്നുമില്ല? ഇല്ല, അത് നമ്മളെ ഒരു മനക്കണക്ക്, ഒരു കൈക്കണക്ക് അല്ലേ? ഓക്കെ, ഇത്രയും പച്ചമുളക് ഇട്ടാൽ അപ്പൊ ഇത്ര എരിവ് ഉണ്ടാവില്ല? ആണോ? തീരെ എരിവില്ല. ആഹാ, അതെന്താ ഐഡിയ? തൈരിന്റെ ആണോ അല്ലെങ്കിൽ നമ്മൾ ഉടച്ചതിന്റെ എന്താ സംഭവം? എന്താന്നറിയില്ല, എരിവില്ലല്ലേ? ഇതിപ്പോ റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പിട്ടിടണം. അതിന്റെ എന്നാലും അതിന് ശരിക്കുള്ള മണം വരുള്ളൂ. സംഭവം റെഡിയായില്ലേ? വെളിച്ചെണ്ണ അല്ലേ? ഞാൻ പഠിച്ചു തോന്നുന്നു കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി. ഇനി നമുക്ക് കടുകട, കുറച്ച് കറിവേപ്പില, മുളക് അല്ലേ? താളിച്ചൊക്കെ ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ പോകും അല്ലേ? ഓക്കെ, ശരിക്ക് ഇന്നാണോ കഴിക്കേണ്ടത് അതോ നാളെയാണോ? നാളത്തേക്കാ നല്ല രുചി വരും. എനിക്ക് പക്ഷെ അത്രയും സമയമില്ല കേട്ടോ, ടേസ്റ്റ് അടിച്ചു നോക്കണം. പച്ചടി റെഡിയായി കഴിഞ്ഞു. ഞാൻ നോക്കണം അല്ലേ? താങ്ക് യു.
ലോകത്തിൽ ആദ്യമായിട്ട് മലയാളികൾക്ക് പറങ്കിപ്പച്ചടി പരിചയപ്പെടുത്താൻ പറ്റിയൊരു വലിയ സന്തോഷം. ചെറിയ സമയങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം, ചോറിലേക്കും മറ്റെല്ലാത്തിലേക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റം. കേട്ടറിവുള്ളൂ, ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അടിപൊളി, നല്ല കറക്റ്റ് എരിവ്, കറക്റ്റ് പുളി. ഷൂട്ട് കഴിഞ്ഞിട്ടല്ലേ പക്ഷെ ചോറിന് കൂടെ തരണേ, ഒരു രക്ഷയില്ല. ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻ്റ് നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മൈക്ക് ഫുഡി വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ മൈക്ക് ഫുഡി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ്, നിസാം കാലിക്കറ്റ്, മൈക്ക് ഫുഡി വ്ളോഗ്.